എന്ത് ഇന്നൊരു ഉത്സാഹം ഇല്ലാത്ത പോലെ? എന്ത് പറ്റി? ഞാൻ അറിയാതെ ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അല്ല കൊച്ചമ്മ, പ്രതീക്ഷ കുഞ്ഞിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനാണ് വാക്ക് പറഞ്ഞത്. പ്രതീക്ഷ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. അതല്ലടാ, എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ആര്? എന്റെ മുത്തു, അതല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ എവിടെ പോയാലും എന്നെ പിന്തുടർന്ന് ഒരാളുണ്ട്. അവസാനം ഇന്നലെ രാത്രിയില് എന്റെ മുറിയിൽ വരെ അത് ഫോളോ ചെയ്ത് വന്നു. എന്നിട്ടെന്ന് പറഞ്ഞാൽ അതിപ്പം ആരാന്ന് എങ്ങനെയാന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഒരു കറുത്ത കയ്യ്, അത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് അവനാണോ അവളാണോ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സംഗതി ഞാൻ കണ്ടതാ. എന്നിട്ട് എന്റെ അലമാരിക്കകത്തുനിന്ന് പാസ്പോർട്ടും പിന്നെ കുറച്ച് നല്ല വളരെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സും അടിച്ചുകൊണ്ട് പോയി. പാസ്പോർട്ട് മാത്രമല്ലേ എടുത്തുള്ളൂ, ഡോക്യുമെന്റ് ഒന്നും എടുത്തോണ്ട് പോയില്ല. അതെങ്ങനെ നിനക്കറിയാ? അല്ല കൊച്ചമ്മ പറഞ്ഞങ്ങനെ. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പാസ്പോർട്ടും കുറച്ച് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും കാണാതെ പോയി, അത് അയാൾ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഊഹിച്ചെടുത്തായിരിക്കും. ഊഹിച്ചെടുത്തു. പ്രശോഭേ, എന്തോ ഞാനേ നമ്മുടെ മുത്തുവിനൊരു കാര്യം പറയാം. ഇന്നലെ രാത്രിയില് എന്റെ മുറിയിൽ വന്ന് ആരോ പാസ്പോർട്ടും കുറച്ച് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. ഒരു കറുത്ത കൈ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആരാന്ന് എനിക്ക് അങ്ങനെ അറിയാം. അതാണ് ഞാൻ പറയാൻ വന്നത്. നീ എന്താ ചെയ്യണമെന്നറിയോ? നീ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് ആ സ്റ്റേഷനിലൊന്ന് കയറുക. ഞാൻ CA വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശദമായിട്ട് പറയണം, കാരണം ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും പാസ്പോർട്ടുമാണ് പോയത്. അതെ കൊച്ചമ്മ, പോലീസൊക്കെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിനൊരു മാനം കെട്ട ഇടപാടാണ്. ചേട്ടാ, എന്തോന്ന് മാനക്കേട്? ഒരു ക്രൈം നടന്നിട്ട് അവിടെ പോലീസ് വന്നില്ലെങ്കിലാണ് മാനക്കേട്. നിങ്ങളുടെ മോളുടെ സാധനങ്ങളെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മ, അത് ഇവിടെയൊക്കെ തന്നെ കാണും, നമുക്ക് നോക്കാം. എവിടെ കാണാൻ? ഇനി എവിടെ? ഞാൻ നോക്കാൻ വേറൊരു സ്ഥലമില്ല എൻ്റെ പൊന്നു കുഞ്ഞെ. അപ്പം തൊട്ട് ഞാൻ അന്വേഷിക്കുക. ഇത് ഇവിടുന്ന് പോയി അതാരോ മനഃപൂർവ്വം എടുത്തോണ്ട് പോയതാണ്. പക്ഷെ അത് ആരാണ് എടുത്തതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അല്ല, നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരാണ് റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് പരത്തിക്കളയും ഇല്ലേ? അതാണ്. നാട്ടുകാരെന്ത് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? പോയത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സാ. അത് തിരിച്ചു കിട്ടിയേ പറ്റുമോ? അതിന് നാട്ടുകാരുടെ അഭിപ്രായം നോക്കിയിട്ട് കാര്യമുണ്ടോ? നീ ഒരു കാര്യം ചെയ്യും, നീ പോകുന്ന വഴിക്ക് കയറാം. അതല്ല നിനക്ക് പോവാൻ മടിയാണെങ്കിൽ ഞാൻ പോണോ? വേണ്ട, ഞാൻ പൊക്കോളാം. അവിടെ ചെന്ന് ഞാനേ CA വിളിച്ച് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു റിട്ടേൺ ആയിട്ടൊന്ന് എഴുതി കൊടുക്കാൻ. അത് നീ കൊടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം അയാൾ നോക്കിക്കോളും. ഞാനും കൂടെ സംസാരിച്ചോ കേട്ടോ? ശരി. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അയ്യോ, എന്ത് ചെയ്യുമെന്ന് പറ. ഞാനും അങ്ങോട്ട് നിൽക്കാം. വരട്ടെ, പോലീസ് വരട്ടെ. അയ്യോ, പാസ്പോർട്ട് എടുത്തത് ഞാനാണെന്നങ്ങ് പറഞ്ഞാല. വേണ്ട, ഡോക്യുമെന്റും എടുത്ത ഞാനാണെന്ന് പറഞ്ഞോളെ. പോലീസ് വരികയാണെങ്കിൽ കൂടെ പട്ടിയും കാണും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.